ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബി ഹോട്ടൽ ടാസ്കിന്റെ ശോകമായ ചലഞ്ചേഴ്സിന്റെ ആദ്യത്തെ ദിവസത്തെ കരച്ചിലും പിഴിച്ചിലും മാപ്പ് പറച്ചിലിനും ഒക്കെ ശേഷം രണ്ടാം ദിവസവും അവര് ഏറെക്കുറെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് കടന്നു പോവുകയാണ് ചെയ്തത്. എപ്പിസോഡിന് ആദ്യം ശോഭയുടെ ബാഗ് കാണാതെ പോയി, രത്നം കാണാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നൂറ ഒളിപ്പിച്ചു വെച്ച ബാഗ് പിന്നീട് കുറെ സമയം കഴിഞ്ഞ് ലക്ഷ്മി കണ്ടെത്തി കൊടുക്കുന്നതൊക്കെയായിരുന്നു ശോഭയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കണ്ടന്റ്. ലൈഫ് കോച്ചിങ് പരീക്ഷയിൽ നെവിൻ പാസ്സായെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ലൈവിൽ കുറെ നേരം അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും എപ്പിസോഡിൽ അതൊന്നും കാണിക്കേണ്ട തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് തോന്നിയത്. അതിനുശേഷം റിയാസിന്റെ എൻട്രി ആയിരുന്നു. ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ എക്സൈറ്റഡ് ആയിട്ടാണ് റിയാസിനെ വെൽക്കം ചെയ്തത്. അനുമോൾ അത്ര എക്സൈറ്റഡ് ആയിട്ട് കണ്ടില്ല. പിന്നെ പതിവ് പോലെ ഞാൻ നോട്ടീസ് ചെയ്യാറുള്ള ഒരു കാര്യം, അഭിലാഷ് ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് എന്നെ ഇപ്പൊ പൊക്കി പറയും, എന്റെ ഗെയിമൊക്കെ അടിപൊളിയല്ലേ എന്നുള്ളൊരു മൂഡിൽ നിൽക്കുന്നത് എപ്പോഴും കാണാറുണ്ട്. ഏതായാലും വന്ന വഴി തന്നെ റിയാസ് ലക്ഷ്മിയാണ് ടാർഗറ്റ് ചെയ്തത്. ലക്ഷ്മി സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ എന്നോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് റിയാസ് ചോദിച്ചു. വാക്ക് ഓഫ് നോ ഷെയിം എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ് റിയാസ് ഉപയോഗിക്കുന്നത് ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി അതുപോലെ നിന്നുകൊണ്ട് ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ എന്ന് പറഞ്ഞു. റിയാസിന് ട്രിഗർ ആവുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിച്ചില്ല. റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാം, പുറത്താണെങ്കിൽ ഞാൻ ഇതുപോലുള്ള ആൾക്കാരോട് സംസാരിക്കില്ലെന്ന് റിയാസ് പറഞ്ഞു. ഞാനും സംസാരിക്കില്ലെന്ന് ലക്ഷ്മിയും പറഞ്ഞു. റിയാസ് ഫിലിം പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി. ഈ ഒരു ഹോട്ടൽ ലോഡ്ജ് പോലെയാണല്ലോ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കുറച്ച് തുണി ഇടുന്നവരെ പറ്റിയുള്ള അനുവിന്റെ കമന്റിനെ പറ്റി പറയാനും റിയാസ് മടിച്ചില്ല. പിന്നെ ശോഭയും ഷിയാസും ഒക്കെ ടിപ്പ് കൊടുക്കുന്നു. ശരിക്കും ഇത് കൊടുക്കുന്നതാണ് ടാസ്ക്. കിട്ടുന്നവർക്ക് കുഴപ്പമില്ല, കിട്ടാത്തവന്മാരുടെ കൊതികുത്തലായിരിക്കും പിന്നെ അങ്ങോട്ട്. അതിനുശേഷം ശോഭയും ഷിയാസും ഹൗസിൽ നിന്ന് പോകുന്നു. വീണ്ടും റിയാസ് ലക്ഷ്മി പരിപാടി. GM ഇങ്ങനെ വെറുതെ നടപ്പ് മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ഇത് കേട്ടിട്ടും ലക്ഷ്മി ഇപ്പൊ തന്നെ വരാന്ന് പറയുന്നത് റിയാസിന് ഇഷ്ടപ്പെടുന്നില്ല. ഇത്ര ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. റിയാസിനുമായിട്ട് പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡൊന്നും ഇല്ലെന്ന് ലക്ഷ്മി പറയുന്നു. എന്താ വേണ്ടെന്ന് പറയാം, അത് ചെയ്തു തരാന്ന് പറഞ്ഞപ്പോൾ റിയാസിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. ചൊറിയാമെന്നാണല്ലോ ആക്ച്വലി. അവിടെ ഇരുന്ന് വെറുതെ ആളുകളെ ജഡ്ജ് ചെയ്യുവാണോ എന്ന് റിയാസ് ചോദിക്കുന്നു. അങ്ങനെ തോന്നിയെങ്കിൽ അതും ഒരു ജഡ്ജ്മെന്റിൽ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. റെസ്പെക്റ്റോടെ സംസാരിക്കാൻ പഠിക്കണമെന്ന് റിയാസ് പറയുന്നു. ഏതായാലും റിയാസ് സാറിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ലക്ഷ്മി പറയുന്നു. അതിനുള്ള ക്വാളിറ്റി ലക്ഷ്മിക്ക് ഇല്ലെന്ന് റിയാസ് പറയുന്നു. ഹ്യൂമാനിറ്റി ഉള്ള മനുഷ്യനാവണം, അതിനുള്ള ക്വാളിറ്റി ഇല്ലെന്ന് റിയാസ് പറയുന്നു. ഓക്കെ എന്ന് ലക്ഷ്മി പറയുന്നു. അതോടെ കഴിയുന്നു. ആക്ച്വലി ആദില, നൂറ, ലക്ഷ്മി ആ ഒരു സംഭവം ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ട് പോയതാണ്. ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയരുത് എന്നാണ് ലാലേട്ടൻ അവരോട് പറഞ്ഞത്. അത് അവരുടെ ഇഷ്ടമാണ്, കയറ്റുകയോ കയറ്റാതിരിക്കുകയോ, നമ്മളാരും അങ്ങോട്ട് ചെല്ലണമില്ല, കയറണം എന്ന് പറഞ്ഞു. അത് വിട്ടുകളയണം. ഇനി അവരത് പറഞ്ഞ് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മുടെ പല്ലിൻ്റെ കുത്തി മണപ്പിക്കുന്ന പോലെ ഇരിക്കും. അവരെന്താണെന്നുള്ള കാര്യം ഓൾറെഡി എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആളുകൾ തീരുമാനിക്കട്ടെ. പിന്നെയും പിന്നെ ഇത് വലിച്ചിട്ട് പകാവിദ്വേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി നടക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവരെ കൂടുതലും ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതിനുശേഷം ലക്ഷ്മി ആദിലയോടും റിയാസിനോടും ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റാറുകൾ കൊടുക്കുന്നു. ഷാനവാസിന് 2, ബിന്നി, അനീഷ്, ജിസേല്, നെവിൻ, അക്ബർ, അനു, നൂറ, അഭിലാഷ് ഇവർക്ക് 1 വീതം സ്റ്റാറുകൾ കൊടുക്കുന്നു. ബിഗ് ബോസ് റിയാസിന് സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നു. 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ആര്യനെയും ജിസേലിനെയും അനുമോളെയും സ്റ്റോർ റൂമിന്റെ ക്യാമറയുടെ അവിടെ ചേർത്ത് നിർത്തി തോളിൽ കൈയിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുക. രണ്ടാമത്തത് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുക. മൂന്നാമത്തത് 5 പേരെ കൊണ്ട് പല സമയങ്ങളിലായിട്ട് കണ്ണാന്തുമ്പി പോരാമോ എന്ന സോങ് പാടിക്കുക. ഇതെല്ലാം ചെയ്തു തീർക്കേണ്ടത് വേക്കപ്പിന് മുമ്പാണ്. ഈ ടാസ്ക് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഹൗസിലുള്ളവർക്ക് ഗുണകരമായിരിക്കും, ഇല്ലെങ്കിൽ ഹൗസിലുള്ളവർക്ക് പണിഷ്മെന്റ് ലഭിക്കും. ആദ്യമായിട്ട് റിയാസ് ചെയ്തത്, പ്രൊഡ്യൂസറായ റിയാസ് സിനിമയിലേക്ക് സെലക്ട് ചെയ്യാനെന്ന പോലെ ഒരു ആക്ട് ചെയ്യിച്ചിട്ട് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിച്ചു. ആക്ച്വലി അനീഷ് ആയതുകൊണ്ട് ഉള്ളതിൽ ടഫായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് നടന്നു. പിന്നെ റിയാസ് ഓരോരുത്തർക്ക് പണി കൊടുക്കാൻ വേണ്ടി ട്രാഷ് ഒക്കെ പുറത്തിടണം, എന്നിട്ട് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കണം. ആര്യനോട് ബെഡ്റൂം ഒക്കെ മെസ്സാക്കിയിട്ട് ക്ലീനിങ് ടീമിനെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഓണറിന്റെ മോളും ഫ്രണ്ടും റിയാസും കൂടെ ചേർന്ന് കിച്ചണിലുള്ള ഒനീലിനെ ട്രിഗർ ചെയ്യാൻ നോക്കി. പനീർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുകൊണ്ട് ഉപ്പിട്ടു. ഒനീലിനെ അങ്ങോട്ട് പൊട്ടി. പിന്നെ അങ്ങോട്ട് ഒനീൽ കലിപ്പായി. പ്രാങ്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒനീൽ കലിപ്പായിട്ട് വരുമ്പോൾ ചിരിയാണ് വന്നത്. ആര്യന്റെ ഓരോ ചിരിയിലും ഒനീലിന് പൊട്ടിപ്പോവായിരുന്നു. ഒരു പാവം മനുഷ്യനാണെന്ന് തോന്നിപ്പോയി. ബാക്കിയുള്ളവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഉപ്പിടുന്ന ആദിലയോട് ഒനീൽ വീണ്ടും വെല്ലുവിളി. ആദില ആര്യനൊക്കെ വീണ്ടും ഒരുന്നുള്ള ഉപ്പും കൂടെ എടുത്തിടുന്നു. അപ്പൊ വീണ്ടും ഒനീലിന് പൊട്ടും. പിന്നെ ആര്യനും റിയാസും ഒക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. ആര്യൻ വീണ്ടും ചിരിക്കുന്നു. ഒനീൽ ദൂരെ നിന്ന് ഇത് കണ്ടിട്ട് വീണ്ടും ട്രിഗർ ആവുന്നു. ആര്യന്റെ തലയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഒനീലിനെ അവരെല്ലാരും കൂടെ ചുമ്മാ ട്രിഗർ ചെയ്ത് വിട്ടു. ഗസ്റ്റ് പോയി കഴിഞ്ഞവരേ ഉള്ളൂ നിന്റെ കളി എന്നാണ് ഒനീൽ പറഞ്ഞേക്കുന്നത്. എന്തായാലും പോയി കഴിഞ്ഞിട്ട് എന്താവും നമുക്ക് നോക്കാം. പിന്നെ സീക്രട്ട് ടാസ്കിൽ പറഞ്ഞ കണ്ണാന്തുമ്പി എന്ന സോങ് റിയാസ് എല്ലാവരെയും കൂടെ ഇരുത്തി പാടിക്കുന്നു. ദെൻ ടാസ്കിലെ 3ാമത്തെ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഒരു പ്രാങ്ക് പോലെ ജിസേലിന് വയ്യാന്ന് പറഞ്ഞ് അനുമോളെയും ആര്യനെയും വിളിച്ചു വരുത്തുന്നു. അവരെ സ്റ്റോർ റൂം ക്യാമറയുടെ മുന്നിൽ എത്തിച്ച് 3ാമത്തെ ടാസ്കും റിയാസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നു. ടാസ്ക് ഇതുപോലെയൊക്കെ ചെയ്ത്, പക്ഷെ സോങ് 5 പേരെ ഡിഫറെന്റ് ടൈമിൽ പാടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവരെ 3 പേരെ ക്യാമറയുടെ മുന്നിൽ എത്തിച്ചെങ്കിലും തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. സോ ടാസ്ക് ഫെയിൽ ആയെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്